പിന്നെ എന്താ പറയുക, സ്റ്റേജ് പ്രോഗ്രാംസ് എനിക്ക് തോന്നുന്നു SPB സാറിൻ്റെ ഒക്കെ കൂടെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? സാറിൻ്റെ കൂടെ ഉള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മൊമെന്റ് അല്ലെങ്കിൽ ഒരു സാറിൻ്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. കാരണം സാറ് ഇത്രയൊരു വലിയൊരു സിംഗറാണെങ്കിലും കൂടെ പാടുന്നവരെ വളരെയധികം കംഫർട്ടബിൾ ആക്കും എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് സ്റ്റേജിൽ നിൽക്കും, എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, എനിക്കാണ് കൂടുതൽ ടെൻഷൻ, നോക്കൂ. നമ്മുടെ ടെൻഷൻ കാണുമ്പോൾ സാറിന്റെ ടെൻഷൻ കൂടും. 2-3 സ്റ്റേജസ് അങ്ങനെ സാറിൻ്റെ കൂടെ പാടാൻ പറ്റിയായിരുന്നു. അപ്പം അത് ഇങ്ങനെ വളരെ നമ്മളങ്ങ് ഈസിയാക്കും. അപ്പോൾ ഒന്നും പേടിക്കേണ്ട, നല്ല നമ്മളെ ഒത്തിരി എൻകറേജ് ചെയ്യും പാടിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൂളാണ്. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് സാറിന് നന്നായിട്ട് മനസ്സിലാവും. അപ്പം അതനുസരിച്ച് സാറ് നമ്മളുടെ അടുത്ത് കംഫർട്ടബിൾ ആക്കാനായിട്ട് ശ്രമിക്കും. കീർത്തനം പാടിയപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. കച്ചേരികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ കച്ചേരികൾ ചെയ്യണമെങ്കിൽ ശരിക്കും നമ്മൾ ക്ലാസിക്കൽ അത്രയും നല്ലപോലെ പ്രാക്ടീസ് വേണം കച്ചേരിക്ക്. ഞാൻ നേരത്തെ തൊട്ടേ ലൈറ്റ് മ്യൂസിക്കിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ പരീക്ഷയ്ക്കൊക്കെ കോളേജിലൊക്കെ കച്ചേരിയുടെ പേപ്പർ ഉണ്ടല്ലോ, അപ്പം അന്നേരമൊക്കെ നമ്മൾ അതിന് വേണ്ടി കൂടുതൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം നമ്മൾ ഫീമെയിൽ ക്ലാസിക്കൽ നമ്മൾ പാടുമ്പോൾ കുറച്ച് ശ്രുതി താഴ്ത്തിയാണ് യൂഷ്വലി പാടുക. അപ്പം അങ്ങനെ കൂടുതൽ പാടി വരുമ്പോൾ നമുക്ക് ലൈറ്റ് മ്യൂസിക്കിലേക്ക് വരുമ്പോൾ അതിന് ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ് എന്ന് എനിക്ക്. ഓരോരുത്തർക്കും ഓരോ പോലെയാണല്ലോ. അപ്പം എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ്.